കൊല്ലം കരുനാഗപ്പള്ളിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കൊല്ലത്ത് നിന്നും കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഒരു കുട്ടിയെ കാണാതായ വാർത്തയാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ 7ാം ക്ലാസ്സുകാരൻ ബിലാലിൻ്റെ മൃതദേഹം കണ്ടെത്തി. കൊതുമുക്ക് പാലത്തിന് അടിയിൽ നിന്നാണ് കന്നേറ്റി കായലിനുള്ളിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ടാണ് ബിലാലിനെ കാണാതാവുന്നത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, വലിയ തിരച്ചിൽ നടത്തുകയായിരുന്നു. അവസാന വട്ടവും കുട്ടി ജീവിച്ചിരിക്കാം എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കുട്ടിയുടെ ഫുട്ബോൾ ജേഴ്സി അടക്കം കായലിൻ്റെ കരയിൽ കണ്ടെത്തിയതോടുകൂടി കായൽ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നല്ലോ തിരച്ചിൽ. എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? മറ്റു വിശദാംശങ്ങൾ. തീർച്ചയായും സജിത്ത്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഏറെ പ്രതീക്ഷയായിരുന്നു കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത്, വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയതാകട്ടെ മരിച്ച നിലയിലാണ്. വട്ടക്കായിലാണ് മൃതശരീരം കണ്ടെത്തിയത്. 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ബിലാലിന്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ബിലാൽ കളിക്കാനായി പോയതാണ്, ഫുട്ബോൾ കളിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൂട്ടുകാരോടൊപ്പം. തുടർന്ന് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിലുകളൊക്കെ നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് സജിത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്. വ്യാപകമായിട്ടുള്ള തെരച്ചിലായിരുന്നു. NDRF സംഘം അടക്കം കായലിൽ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അല്പസമയം മുന്നെയാണ് കുട്ടിയുടെ മൃതശരീരം വട്ടക്കായലിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സജിത്ത്. സംഭവം ഈ കുട്ടിയെ ജീവനോടെ എവിടേക്കെങ്കിലും പോയതാവാം. അതായത് കുട്ടിയെ തെരച്ചിൽ സൈക്കിൾ പോകുന്നതായിട്ട് ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ എവിടേക്കെങ്കിലും ബസ് കയറിയോ മറ്റോ അങ്ങനെ പോയതാവും. പക്ഷേ സൈക്കിളും ജേഴ്സിയും കായൽക്കരയിൽ നിന്ന് കിട്ടിയപ്പോൾ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ കായലിൽ തെരച്ചിൽ നടത്തിയത്. കുട്ടിയുടെ മൃതശരീരം ഇന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് സജിത്തെ കരുനാഗപ്പള്ളിയിൽ നിന്നും പുറത്തു വരുന്നത്. അതെ, വിനേഷ് സൂചിപ്പിച്ചതുപോലെ ആ CCTV ദൃശ്യങ്ങളാണ് അവസാനമായി ബിലാലിനെ കുറിച്ച് പുറത്തു വന്ന ദൃശ്യങ്ങൾ. നമ്മൾ അല്പസമയം മുമ്പ് കണ്ട ആ CCTV ദൃശ്യങ്ങളിലാണ് ബിലാൽ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് കാണാം. ഒരു ഫുട്ബോൾ ജേഴ്സി ഇട്ട് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ബിലാൽ. അത് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം. പല സാധ്യതകളും ആദ്യ ഘട്ടം മുതൽ നോക്കുന്നു. ഇതാ നമ്മൾക്ക് ഇപ്പോൾ കാണാനാവുന്ന CCTV ദൃശ്യമാണ്, ബിലാലിൻ്റെ യാത്രയാണ്. ഇതാ ഇപ്പോൾ ആ നീല ജേഴ്സി ഇട്ട് ബിലാൽ മുന്നോട്ട് പോകുന്നതാണ്. കായലിൻ്റെ കരയിൽ കൊണ്ടുപോയി വാഹനം, സൈക്കിൾ പാർക്ക് ചെയ്യുന്നു. അതിനൊപ്പം സുഹൃത്തിനൊപ്പം പിന്നീട് അവിടെ പുറത്തിറങ്ങുന്നു. ഇതിനിടയിൽ കാണാതായി അന്വേഷണം നടത്തിയപ്പോഴാണ് സുഹൃത്തിനോട് പൊക്കോളൂ, താൻ പിന്നീട് വരാം എന്ന് പറഞ്ഞ് ബിലാൽ അവിടെ തന്നെ തങ്ങിയെന്നാണ് മനസ്സിലാകുന്നത്. പിന്നീട് കായലിൽ വീണുപോയി. എങ്ങനെയാണ് അകപ്പെട്ടത്, മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കണം. വിനീഷ്, വലിയ അടിയൊഴുക്കുള്ള മേഖലയാണെന്ന് മനസ്സിലാക്കാം. ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ പരിചയമുള്ള വ്യക്തിയാണല്ലോ ബിലാൽ. മറ്റെന്തെങ്കിലും ദുരൂഹത, സംശയങ്ങൾ അങ്ങനെ എന്തെങ്കിലും പങ്കുവയ്ക്കപ്പെടുന്നുണ്ടോ? ആ രീതിയിലേക്ക് കൂടി അന്വേഷണം നടക്കുന്നുണ്ടോ? തീർച്ചയായും ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. 2 കുട്ടികളെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതിലെ കൂട്ടുകാരനാണ് മറ്റൊന്ന് സൈക്കിളിൽ വരുന്നത്. കൂട്ടുകാരൻ 6 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ആണ് 6 മണിയായിട്ടും ബിലാലിന്റെ വീട്ടിലെത്താതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. അപ്പോൾ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ വീട്ടിലെത്തി എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ, സമയത്തുള്ള മറ്റ് CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഉള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത് സജിത്ത്. എന്തായാലും നമുക്കറിയാം, വള്ളംകളി അടക്കം നടക്കുന്ന ഒരു പ്രദേശമാണ് അത്. നല്ല ആഴമുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് കുട്ടി അകപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ ഡ്രസ്സും അതുപോലെ തന്നെ സൈക്കിളും കായൽക്കരയിൽ തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ ഒരുപക്ഷെ വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴെങ്ങാനും ഒരുപക്ഷെ കാൽവഴുതി പോയതാണോ എന്ന് സംശയിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് സൈത്ത്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. കാലുവഴുതി വീണതാവാം എന്ന് സംശയമുണ്ട്. ഏറെ അടിയൊഴുക്കുള്ള മേഖലയാണ്, അതുകൊണ്ട് തന്നെയാണ് ആ തരം സംശയം. ബിലാൽ മറ്റെവിടേക്കെങ്കിലും പോയതാണോ എന്ന സംശയമൊക്കെ ആദ്യമുണ്ടായിരുന്നു. കുട്ടിയെ കാണാതായതോടെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി അത്തരം നീക്കങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഈ കായലിന്റെ കരയിൽ ജേഴ്സിയും സൈക്കിളും മറ്റും കണ്ടെത്തിയോടുകൂടി കായലിൽ അകപ്പെട്ടിരിക്കാം, കായലിൽ വീണു പോയിരിക്കാം എന്ന സംശയത്തിലേക്ക് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അതിനൊടുവിലാണിപ്പോൾ കന്നേറ്റി കായലിൽ നിന്ന് തന്നെ മുക്ക് പാലത്തിനടിയിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്നത്. NDRF സംഘം വലിയ തിരച്ചിലാണ് നടത്തിയത്. ഇതോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, കുട്ടിയെ തിരികെ കിട്ടും, ബിലാൽ എവിടെ പോയി, ബിലാൽ ജീവനോടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അസ്തമിപ്പിച്ചുകൊണ്ടാണ് മൃതദേഹം ഇന്ന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ എന്ന കാര്യത്തിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറെ ദുഃഖകരമായ കാര്യമാണ്. കായൽക്കരയിൽ നിന്ന് സൈക്കിളും ഒപ്പം
ഷർട്ടുമൊക്കെ ജേഴ്സി ഫുട്ബോൾ ജേഴ്സിയൊക്കെ കണ്ടെത്തിയപ്പോൾ തന്നെ കായൽ തന്നെ വീണു പോയിരിക്കാമെന്ന് സംശയമുണ്ടായിരുന്നു. അതിനൊടുവിലാണിപ്പോൾ മൃതദേഹം കണ്ടുകിട്ടി പുറത്തേക്ക് കൊണ്ടുവരും. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ബിലാലിൻ്റെ മൃതദേഹം NDRF സംഘം തെരച്ചിലിൽ കണ്ടെടുത്ത് പുറത്തേക്ക് കരയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ ദുഃഖം, കുട്ടിക്ക് എന്തു പറ്റിയതാണ് എന്ന ആശങ്ക തുടരുകയാണ്. അത് സംബന്ധിച്ച അന്വേഷണങ്ങളും നടക്കും. അല്ല ഷീറ്റുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.